വിളക്കന്നൂർ ദിവ്യകാരുണ്യ അത്ഭുതം സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ സഭാ ചരിത്രത്തിൽ ഇടം നേടുന്ന പേരാണ് അന്നത്തെ വിളക്കന്നൂർ ഇടവക വികാരിയായ ഫാദർ തോമസ് പതിക്കലിൻ്റേത്. അച്ഛൻ്റെ ദിവ്യബലിയർപ്പണ മധ്യേയാണ് തിരുവോസ്തിയിൽ തിരുമുഖം തെളിഞ്ഞത്. അത്ഭുതം കണ്ട് ഭയന്നുപോയ നിമിഷത്തെപ്പറ്റിയും അനേകർ അത്ഭുതത്തിന്റെ പേരിൽ തന്നെ കുറ്റപ്പെടുത്തിയതിനെപ്പറ്റിയും അച്ഛന് പറയാനുണ്ട്. ദിവ്യകാരുണ്യനാഥൻ നൽകുന്ന കരുത്താൽ ക്യാൻസറിനെയും അതിജീവിച്ച് മുന്നേറുകയാണ് ഈ വിശുദ്ധനായ വൈദികൻ. 2013 നവംബർ 15 വെള്ളിയാഴ്ചയാണ് സംഭവം നടക്കുക. പതിവ് രാവിലെ 6:45 ദിവ്യബലി ആരംഭിച്ചു. കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കുദാശാവചനങ്ങൾ ഉച്ചരിച്ച് കാർമ്മികൻ അപ്പവും മീഞ്ഞും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാക്കി മാറ്റുന്ന അതാണ്. അതിനുശേഷം റൂഹാഭക്ഷണ പ്രാർത്ഥന അല്ലെങ്കിൽ എപ്പിക്ലേസിസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. കർത്താവ് നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കാർമ്മികൻ ദിവ്യരഹസ്യങ്ങളുടെ അല്ലെങ്കിൽ കുദാശ ചെയ്ത ഓസ്തിയുടെയും എഞ്ഞിൻ്റെയും മുകളിൽ കൈ കുരിശാകൃതിയിൽ പിടിച്ച് ചൊല്ലുന്ന പ്രാർത്ഥനയാണിത്. ആ പ്രാർത്ഥനയോടുകൂടിയാണ് ദിവ്യബലിയുടെ പൂർണ്ണത വരിക. അതിനുശേഷം കുനിഞ്ഞ് ആചാരം ചെയ്ത് അനുതാപ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തിരുശരീരം ഉയർത്തിക്കൊണ്ട് ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു എന്ന പ്രാർത്ഥന ചൊല്ലുക. ഇപ്പോൾ കുനിഞ്ഞ് ആചാരം ചെയ്യുന്നതിനിടയ്ക്കാണ്, ആ സമയത്താണ് ഓസ്തിയിൽ ചില മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നത്. ആ സമയത്ത് ഓസ്തിയുടെ മുകളിൽ എന്തൊക്കെയോ ചലിക്കുന്നതായിട്ടും എന്തോ ഒരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെടുകയാണ്. എന്താണെന്നൊരു വ്യക്തതയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം അത്ര ശ്രദ്ധിച്ചില്ല. പിന്നീട് കുറേ കൂടി അതിന് രൂപമാറ്റം വരുന്നത് പോലെ തോന്നിയതുകൊണ്ട് ദേവാലയ ശുശ്രൂഷയിൽ കപ്പ്യാരെ വിളിച്ച് കാണിച്ചു. കപ്പ്യാർ അത് കുനിഞ്ഞ് നോക്കിയിട്ട് ഒരു മനുഷ്യൻ്റെ മുഖമാണ് തെളിഞ്ഞു വരുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഞാനും പിലാസ ഉയർത്തി എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ അത് ഒരു മനുഷ്യരൂപമാണെന്നും വെറും മനുഷ്യൻ്റെ അല്ല, അത് യേശു ക്രിസ്തുവിൻ്റെ മുഖമാണെന്നും എനിക്ക് മനസ്സിലായി. അതിതീവ്രമായ വേദന അനുഭവിച്ച് കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ് കർത്താവിൻ്റെ മുഖത്ത് അവിടെ കണ്ടത്, പ്രത്യക്ഷപ്പെട്ടത്. ഓരോ നിമിഷം ചെല്ലുന്തോറും ആ ചിത്രം കൂടുതൽ വ്യക്തതയും തെളിമയുള്ളതായിട്ട് മാറുന്നതും കുർബാനയുടെ അവസാന ഭാഗത്തോടെടുക്കുമ്പോഴേക്കും കൃത്യമായ ഒരു വ്യക്തമായൊരു ചിത്രമായിട്ട് അത് മാറുകയും ചെയ്തു. കുർബാനയ്ക്ക് ശേഷം പള്ളിയിലുണ്ടായിരുന്ന വിശ്വാസികളെ ആ തിരുവോസ്തി ഞാൻ കാണിച്ചു. എല്ലാവരും ഒത്തിരി ഭക്തി സ്നേഹത്തോടുകൂടി സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തതിന് ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങിപ്പോയത്. സ്വാഭാവികമായി ഇത്തരം വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പള്ളിയിൽ ഓടിക്കൂടുമല്ലോ. അരമണിക്കൂറിനുള്ളിൽ പള്ളിമുറ്റം നിറയെ ജനം വന്നുകൂടി. ഇടവക്കാരും അന്യമതസ്ഥരും തൊട്ടടുത്ത ഇടവകളിൽ നിന്നുള്ള ആൾക്കാരുമൊക്കെ പാഞ്ഞുകെട്ടി വന്നു. വന്നവരെല്ലാം ഒരു അരമണിക്കൂർ ഇടവിട്ട് ഇത് കാണിക്കുന്നുണ്ടായിരുന്നു. ഉച്ചയാറായപ്പോഴേക്കും അതിരൂപതാ കേന്ദ്രത്തിൽ നിന്നും പബ്ലിക്കായിട്ട് കാണിക്കുന്നത് തൽക്കാലം നിർത്തിവെക്കണമെന്നും തലശ്ശേരിയിൽ നിന്ന് അച്ഛന്മാർ വന്ന് തിരുവോസ്തി പ്രാഥമിക പരിശോധന നടത്തിയതിന് ശേഷം മാത്രം കാണിച്ചാൽ മതി എന്നുള്ളൊരു അറിയിപ്പ് കിട്ടി അതിരൂപതാ കേന്ദ്രത്തിൽ നിന്ന്. അതനുസരിച്ച് 11:00 പൊതുദർശനം നിർത്തിവെച്ചു. 2 മണിയായപ്പോഴാണ് തലശ്ശേരിയിൽ നിന്നുള്ള ഒരു 4 വൈദികരടങ്ങുന്നൊരു സമിതി വന്ന് തിരുവോസ്തി കണ്ട് ബോധ്യപ്പെട്ടതും അവരത് ഉടനെ തന്നെ ഒരു അരളിക്കായിലേക്ക് മാറ്റി ആൾത്താരെ പ്രതിഷ്ഠിച്ച് പൊതുവടക്കത്തിനായിട്ട് വെച്ചു കൊടുത്തു. രാത്രി 8 മണി വരെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. വലിയ നീണ്ട ക്യൂ തന്നെ രൂപപ്പെട്ട് പള്ളിയും പരിസരവും ജനനിബിഡമായി. റോഡെല്ലാം ബ്ലോക്കാകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ പള്ളിയിലേക്കുള്ള നടുവിൽ നിന്നുള്ള റോഡ്
നല്ല ഇറക്കമുള്ള റോഡാണെങ്കിൽ പോലും ഒരപകടവും ഇല്ലാതെ ദൈവം എല്ലാവരെയും കാത്തു പരിപാലിച്ചു എന്നുള്ളൊരു അത്ഭുതകരമായ വസ്തുത കൂടിയുണ്ട്. രാത്രി 8 മണി കഴിഞ്ഞപ്പോൾ കണ്ണൂർ SP എന്നെ വിളിച്ചു. ഫാദറെ, അവിടുത്തെ റോഡൊക്കെ വീതി കുറഞ്ഞതും ഇറക്കമൊക്കെ ഉണ്ടല്ലോ, രാത്രിയിലും ഇതിങ്ങനെ പൊതുദർശനത്തിന് വെച്ചാൽ വാഹനങ്ങൾ സുരക്ഷിതമായിട്ട് പോകില്ലല്ലോ, എന്തെങ്കിലും അപകടങ്ങളുണ്ടായെങ്കിലോ, അതുകൊണ്ട് നാളത്തേക്ക് മാറ്റി വെച്ചുകൂടെ എന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് പൊതുവണക്കം അന്നത്തേക്ക് നിർത്തിവെച്ചു. പിറ്റേ ദിവസം രാവിലെ ശനിയാഴ്ച കുർബാനയ്ക്ക് ശേഷമാണ് പിന്നീട് പരസ്യമായിട്ട് ആരാധനയ്ക്കായിട്ട് എഴുന്നള്ളിച്ച് വെച്ചത്. ഞായറാഴ്ച രാവിലെ 5 മണിയായപ്പോഴാണ് രൂപതാ കേന്ദ്രത്തിലേക്ക് തിരുവോസ്തി മാറ്റുന്നത്. സഭയുടെ നിയമമനുസരിച്ച് ഇത്തരം സംഭവങ്ങളുണ്ടായാൽ എടുക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. അതനുസരിച്ചാണ് തിരുവോസ്തി അതിരൂപതാ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. സ്വാഭാവികമായും അങ്ങനെ കൊണ്ടുപോയതിൽ രൂപതാ കേന്ദ്രത്തിലേക്ക് ഈ തിരുവോസ്തി മാറ്റിയിൽ ഇടവക ജനത്തിന് പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കാരണങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ നല്ല മനസ്സോടെ സ്വീകരിച്ചാന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം തിരുവോസ്തി ഉദാശ ചെയ്യപ്പെട്ട് കർത്താവിൻ്റെ ശരീരമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് കത്തോലിക്കാ സഭയുടെ സ്വത്താണ്. അത് ഏതെങ്കിലും പള്ളിയുടെയോ കുർബാന ചൊല്ലിയ അച്ഛൻ്റെയോ ഇടവക്കാരുടെയോ സ്വത്തല്ല, അത് കത്തോലിക്കാ സഭയുടെ സ്വത്താണ്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യണം, എവിടെ സൂക്ഷിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശവും അധികാരവും നിക്ഷിപ്തമായിരിക്കുന്നത് തിരുസഭയുടെ അധികാരികളിലാണ്. അക്കാര്യം ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർ യാതൊരു തടസ്സവും എതിർപ്പും പിന്നീട് ഒരിക്കലും ഉന്നയിച്ചിട്ടേയില്ല. പക്ഷേ എങ്കിലും എത്രയും പെട്ടെന്ന് ഈ തിരുവോസ്തി പൊതുവണക്കത്തിനായി തങ്ങളുടെ ഇടയിലേക്ക് തിരിച്ചു വരണമെന്ന് അവരാഗ്രഹിക്കുകയും ആ ആഗ്രഹം പലപ്പോഴും അവരെന്നോടും മറ്റുള്ളവരോടും പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരുപാട് വർഷങ്ങളെടുക്കാതെ 11.5 വർഷത്തിന് ശേഷം അത് എല്ലാ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും വിധേയമാക്കി പൂർണ്ണമായും അതൊരു അസ്വാഭാവിക പ്രതിഭാസമാണെന്നും അത് ദൈവം തന്ന ഒരടയാളമാണെന്നും ഒരു അത്ഭുതമായിട്ട് അംഗീകരിക്കുവാൻ സാധിക്കുമെന്നും അറിയിച്ചുകൊണ്ട് വത്തിക്കാനിൽ നിന്ന് ഒരു തീരുമാനം വന്നതിൽ ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനാണ്. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ 10-60 വർഷങ്ങൾ കഴിഞ്ഞിട്ടേ അതിനൊരു തീരുമാനം ഉണ്ടാകാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിപ്പോൾ പെട്ടെന്ന് 11.5 വർഷം ആയപ്പോഴേക്കും തീരുമാനമായി. ഞാനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അതൊക്കെ കാണാനും കേൾക്കാനും ഉള്ള ഭാഗ്യവും എനിക്കുണ്ടായി. അതിൽ ഞാൻ ഏറെ സന്തോഷവാനുമാണ്. അക്കാര്യത്തിൽ സംഭവം നടന്ന ആ നിമിഷം മുതൽ തന്നെ ആരോപണങ്ങൾ ഒരുപാടുണ്ടായി. അത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണെന്നും കമ്പ്യൂട്ടറിൻ്റെ പ്രിൻറ്റിങ് മെഷീൻ വെച്ച് പ്രിൻ്റ് എടുത്തതാണെന്നും ഫോട്ടോഷോപ്പിൽ ഉണ്ടാക്കിയതാണെന്നും ഒക്കെ പല ആരോപണങ്ങളെല്ലാം ഉണ്ടായി. പക്ഷേ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നവർക്കറിയാം, ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രിൻ്ററിൽ വെച്ച് ഒരിക്കലും ഒരു ഓസ്തിയിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ പ്രിൻ്റർ ഹെഡ് ഇങ്ങനെ ഉരച്ചൊരച്ചാണ് പോകുന്നത്, ഓസ്തി പൊടിഞ്ഞു പോകും. മാത്രവുമല്ല അത് കാർബണാണ് അതിൻ്റെ മഷി വരുന്നത്. ആ കാർബൺ അത് തൊടുന്നിടത്തെല്ലാം പടർന്ന് അതൊരു വികൃതമായി കുഴമ്പ് പരുവത്തിലായി പോകുകയുള്ളൂ. ഇനി അതല്ല ലേസർ മെഷീനാണെങ്കിൽ അത് ചൂടാണ്, അതുകൊണ്ട് തന്നെ ഓസ്തി കരിഞ്ഞു പോകാൻ കളറ് മാറാനൊക്കെ ഉള്ള സാഹചര്യമുണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് ഓസ്തിയുടെ നടുഭാഗത്തായിട്ട് കർത്താവിൻ്റെ മുഖം തലയും മുൾമുടിയും മാത്രം കാണത്തക്ക രീതിയിലാണ് ചിത്രം വന്നിട്ടുള്ളത്. അക്കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു കേട്ടത് ഈ ചിത്രം ഈ തിരുവോസ്തിയുടെ പുറത്തല്ല, ഉള്ളിൽ നിന്ന് 3D ആയിട്ടാണ് കാണപ്പെടുന്നതാണ് ആ കാലഘട്ടങ്ങളിൽ ഏതോ ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചതായിട്ട് ആലഞ്ചേരി പിതാവ് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ പണമുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പള്ളിക്ക് സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ എന്തോ ഒരു തട്ടിപ്പ് വേലയാണെന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ടെന്ന് വിളക്കുന്നൊരു ഇടവക്കാർക്കറിയാം. ഈ സംഭവം ഉണ്ടായ ആ നിമിഷം തന്നെ പള്ളിയിൽ രൂപക്കൂടുകൾക്ക് മുമ്പിൽ വെച്ചിരുന്ന നേർച്ചപ്പെട്ടികൾ മൊത്തം 1-2 നേർച്ചപ്പെട്ടി ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, അതെല്ലാം അവിടുന്ന് മാറ്റി സങ്കീർത്തിയിൽ കൊണ്ട് വെച്ച വ്യക്തിയാണ് ഞാൻ. ഒരു നയാ പൈസ പോലും നേർച്ചയിടാൻ
ഉള്ളൊരവസരം കൊടുത്തില്ല ആർക്കും. ചിലരൊക്കെ ആരാധനയ്ക്കായി എഴുന്നേൽപ്പിരിക്കുന്ന ഈ രൂപത്തിന് മുമ്പിൽ നിലത്ത് പൈസ ഇട്ട സംഭവം ഉണ്ടായി. അവരൊക്കെ കൊണ്ട് അപ്പോൾ തന്നെ ആ പൈസ തിരിച്ചെടുപ്പിക്കുകയാണ് ചെയ്തത്. ഒരു നേർച്ചയിടാനുള്ള അവസരം ആർക്കും കൊടുത്തില്ല. കാരണം അങ്ങനെ സാമ്പത്തിക ലാഭം ഇങ്ങനെ ഒരു പരിപാടി കൊണ്ട് ഉണ്ടാക്കേണ്ടത് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നല്ലതല്ല എന്നൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ആരോപണത്തിന് യാതൊരു അടിസ്ഥാനമില്ല, കഴമ്പുമില്ല. ചിലരൊക്കെ അങ്ങനെ ആരോപണം ഉന്നയിച്ചു, ചിലരൊക്കെ നേരിട്ട് തന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു. 2 ദിവസം കൊണ്ട് എത്ര പൈസ കളക്ട് ചെയ്തു എന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരുമുണ്ട്. അവരോടൊന്നും ഞാൻ മറുപടി പറയാൻ മെനക്കെട്ടില്ല. ചിലരോട് ഞാൻ പറഞ്ഞ് എണ്ണി തീർന്നില്ല, ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചാൽ പറയാമെന്ന് മാത്രം മറുപടി പറഞ്ഞു വിട്ടതേ ഉള്ളൂ. കാരണം അങ്ങനെ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു തെറ്റിദ്ധാരണയായിട്ട് അവരുടെ മനസ്സിൽ കിടക്കും. ഞാനെന്ത് പറഞ്ഞാലും അവരത് വിശ്വസിക്കണം നിർബന്ധമില്ല. അപ്പം അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ആ ദിവസങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീടും അത് കേട്ടു. സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റുകൾ, നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നത് വായിക്കാൻ പോലും കൊള്ളുകയില്ലാത്ത രീതിയിൽ വൃത്തികെട്ട ഭാഷയിലൊക്കെ വരുമായിരുന്നു. അതൊന്നും ഞാനത്ര ഗൗരവത്തിലെടുക്കുന്നില്ല, അത് വായിച്ചു കുറേയൊക്കെ. പിന്നെയുള്ളത് അതിൻ്റെ ഒരു മാനസിക പീഡനം എന്ന് വേണം അതിനെ വിളിക്കാം. പിന്നീടുള്ള ശാരീരികമായിട്ടുള്ള വേദനകളാണ് പിന്നീട് ഒരുപാട് വന്നത്. പിറ്റേ വർഷം നടുവേദന കലച്ചിലായി. അത് മംഗലാപുരത്തും അതിലൊക്കെ പോയി MRIയും CT ഒക്കെ എടുത്തു. ചികിത്സയൊക്കെ നടത്തിയെങ്കിലും കാര്യമായ ഗുണമൊന്നും ഉണ്ടായില്ല. പിന്നീട് പെരുമ്പടവിലുള്ള ജോബ് വൈദ്യരുടെ അടുത്ത് പോയി 4 ആഴ്ച അവിടെ താമസിച്ച് തിരുമ്മും കിഴിയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് അത് മാറിയത്. അതിനുശേഷം 1-2 ചെറിയ സർജറികൾ ആവശ്യമായിട്ട് വന്നു. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ 2023 അവസാനത്തോടു കൂടി എൻ്റെ ലങ്സിന് ക്യാൻസറാണെന്ന് ഡോക്ടർമാർ പറയുന്നു. എൻ്റെ ചികിത്സ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കീമോയും റേഡിയേഷനൊക്കെ കഴിഞ്ഞു. കഠിനമായ വേദനകളല്ല, അതേസമയം അസ്വസ്ഥതകൾ ഒരുപാടുണ്ട്. രോഗത്തിന് വേദനകളേക്കാൾ കൂടുതൽ അസ്വസ്ഥതകളാണ്. രോഗാവസ്ഥയിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടാവും. അങ്ങനെ ഒത്തിരി അസ്വസ്ഥതകളുണ്ട്. പിന്നെ ഒത്തിരി പരിമിതികളിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടും. രോഗം വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയും അത് ചെയ്യരുത് എന്ന് പറയും. കുടുംബക്കാർ പറയും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയും. ഇടവകാചനം പറയും അത് പാടില്ല ഇത് പാടില്ല. അങ്ങനെ കുറേ വിലക്കുകളുടെയും ഇടയിൽ ജീവിക്കേണ്ട ഒരവസ്ഥ വരും. അതൊരു വല്ലാത്ത അസ്വസ്ഥതയാണ്. പിന്നെ മരുന്നും മന്ത്രവും ചികിത്സയും യാത്രകളും ഹോസ്പിറ്റലിൽ പോകും, അവിടെ കാത്തിരിപ്പോ എല്ലാം കൂടെ ഒരു ബോർ ജീവിതമാണ് പിന്നീട് വരിക. പക്ഷെ ഇതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ദൈവം തരുന്ന ചില അടയാളങ്ങളോ സൂചനകളോ ആണെന്ന് കരുതി സന്തോഷത്തോടെ ഞാനത് സ്വീകരിക്കുകയാണ്. കുർബാനയിൽ അപ്പവും മീഞ്ഞും കർത്താവിൻ്റെ ശരീരവും രക്തവുമായി മാറുമെന്നുള്ള ഉറച്ച വിശ്വാസവും ബോധ്യവും നമുക്കുണ്ട്. അതുണ്ടെങ്കിൽ പോലും പതിവില്ലാത്ത രീതിയിലൊരു വ്യക്തിയുടെ ചിത്രം അല്ലെങ്കിൽ ഛായ ഈ തിരുവോസി കണ്ടപ്പോൾ ഭയമാണ് ആദ്യം ഉണ്ടായത്. പിന്നീട് അത് തൊടാൻ പോലും ഭയമായിരുന്നു. അതുകൊണ്ടത് മുറിക്കാനും ഞാൻ തയ്യാറായില്ല. അത് മുറിച്ച് രക്തത്തിൽ മുക്കി മാർക്ക് ചെയ്തിട്ടാണ് പിന്നെ കുർബാന തുടരേണ്ടത്. ആ തിരുശരീരം തന്നെ അവസ്ഥ തന്നെയാണ് വൈദികൻ ഉൾക്കൊള്ളുന്നത്. പക്ഷേ എന്തോ എനിക്ക് മുറിക്കാനൊന്നും ധൈര്യം വന്നില്ല. ഞാനത് അതേപടി സൂക്ഷിച്ചു വെക്കിയത്. അതാണിപ്പോൾ സഭ അത്ഭുതമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു ദൈവിക അടയാളമായിട്ട് ജനത്തിന് മുമ്പാകെ എത്രയും പെട്ടെന്ന് വരണമെന്ന്. ചിലരെന്നോട് ഇത് അത്ഭുതമാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണോ പ്രാർത്ഥന ചോദിക്കാറുണ്ട്. അത്ഭുതമാണെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണത്. കാരണം ഞാൻ അനുഭവിച്ചറിഞ്ഞ നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് മറ്റൊരാളുടെ സാക്ഷി എനിക്ക് ആവശ്യമില്ല. പക്ഷേ മറ്റുള്ള വിശ്വാസികൾ പൊതുജനത്തിന് സഭയുടെ ഭാഗത്തുനിന്ന് ഒരൗദ്യോഗിക സാക്ഷ്യപ്പെടുത്തൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് സഭയുടെ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് വരണമേ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. തീർച്ചയായും എനിക്കൊത്തിരി സന്തോഷമാണുള്ളത് സഭയുടെ അധികാരികളോടും സഭയുടെ നേതൃത്വത്തോടും
ഇതിൻ്റെ ഗവേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാരോടും ദൈവശാസ്ത്രജ്ഞന്മാരോടും നമ്മുടെ അതിരൂപതയിലെ അഭിയന്ത പിതാക്കന്മാരോടുമൊക്കെ ഒത്തിരിയേറെ നന്ദിയും സ്നേഹവും കടപ്പാടും എനിക്കുള്ളതായിട്ട് പറയാം. എന്തിന് ഞാൻ, എന്തിന് വിളക്കന്നൂർ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തിന് ഞാൻ എന്നുള്ളതിന് എനിക്ക് കൃത്യമായൊരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഞാൻ അത്ര അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ല. ദൈവശാസ്ത്രജ്ഞനോ ബൈബിൾ പണ്ഡിതനോ അല്ലെങ്കിൽ സെമിനാരി പ്രൊഫസറോ ധ്യാനഗുരുവോ ഒന്നുമല്ല. ഞാനൊരു സാധാരണ ഇടവൈദികനാണ്. ഈ രൂപത്തിൽ എന്നെ അറിയാൻ വയ്യാത്ത ഒത്തിരിയേറെ ജനമുണ്ട്. ഇപ്പം എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഞാൻ ചൊല്ലിയ കുർബാനയിൽ തന്നെ ഇത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് അന്നും ഇന്നും ഒരു പിടിപാടുമില്ലാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ട് ഞാൻ? എത്രയോ ധ്യാന കേന്ദ്രങ്ങളിൽ അനേകരെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ മാനസാന്തരപ്പെടുത്തുകയും നല്ല ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന എത്രയോ ധ്യാനഗുരുക്കന്മാരുണ്ട്. അവരെല്ലാം ഒഴിവാക്കി ഞാൻ ചൊല്ലുന്ന കുർബാനയിൽ തന്നെ കർത്താവ് ഈ അത്ഭുതം അടയാളം പ്രവർത്തിച്ചെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കർത്താവിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകമായ ലക്ഷ്യമോ ഉദ്ദേശമോ കാണും. അത് സമയമാകുമ്പോൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരും എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പിന്നെ രണ്ടാമത്തത്, എന്തിന് വിളക്കന്നൂർ? വിളക്കന്നൂർ തലശ്ശേരി അതിരൂപതയിലെ അധികമൊന്നും അറിയപ്പെടാത്തൊരു പള്ളിയാണ്. മാത്രമല്ല ക്രിസ്തുരാജൻ്റെ നാമധേയത്തിൽ ആകപ്പാട് ഈ ഒരു പള്ളിയെ തലശ്ശേരി രൂപതയിലുള്ളൂ. മറ്റു രൂപതകളിൽ ക്രിസ്തുരാജൻ്റെ പേരിൽ പള്ളികളുണ്ടെന്നുള്ള സത്യമാണ്. അതിന് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇവിടെ തന്നെ നടക്കാനുള്ളൊരു കാരണം, ഒന്ന്, അതിൻ്റെ പിറ്റേ ഞായറാഴ്ച ക്രിസ്തുരാജൻ്റെ തിരുനാൾ വരികയാണ്. നവംബറിലെ 3-ാമത്തെ 4-ാമത്തെ ഞായറാഴ്ചയിലാണ് ക്രിസ്തുരാജൻ്റെ തിരുനാൾ വരിക. അപ്പം അതിന് തൊട്ട് മുമ്പത്തെ വെള്ളിയാഴ്ചയാണ് ഈ പള്ളിയിൽ ഈ സംഭവം നടന്നത്. അതിന് ഏതാണ്ട് 2-3 ദിവസം മുമ്പ് തൊട്ടടുത്ത പട്ടണമായ കരുവഞ്ചാലിലെ ഏതോ ഒരു കൺവെൻഷൻ ഹാളിൽ വെച്ച് കത്തോലിക്കാ സഭയിൽ നിന്ന് വേർപെട്ടു പോയി സ്വന്തമായ ചില സംവിധാനങ്ങളിലൂടെ വചനപ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയുമൊക്കെ നടക്കുന്ന ഒരു വ്യക്തി കുർബാനയെ വളരെ മ്ലേച്ഛമായി ചിത്രീകരിക്കുകയും അവഹേളിക്കുകയും ചെയ്തൊരു സംഭവം നടന്നു. കുർബാന എന്ന് പറയുന്നത് അതെന്തൊരാനയാണ്? അങ്ങനെ ആനയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. കൊമ്പനാന, പിടിയാന, മോഴയാന എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കുർബാന എന്ന് പറയുന്ന ഒരു ആനയെപ്പറ്റി ഞാൻ ആദ്യം കേൾക്കുക എന്നൊക്കെയാണ് അദ്ദേഹം അവിടെ സ്റ്റേജിൽ നിന്ന് മൈക്കിലൂടെ വിളിച്ചു കൂവിയത്. പിന്നെ തിരുവോസ്തി അദ്ദേഹം ദോശയായിട്ടൊക്കെ ചിത്രീകരിച്ചു. കന്യാസികൾ ദോശ ചുട്ട് അച്ഛന്മാരുടെ കൊണ്ട് കൊടുക്കും. അച്ഛന്മാരത് എന്തൊക്കെയോ കാണിച്ചിട്ട് വെട്ടിമുറിച്ച് പള്ളി വരുന്ന വിശ്വാസികൾ കൊടുക്കും. അവരത് വിഴുങ്ങിയച്ച് നേരെ പോയി കശാപ്പശാലയുടെ മുമ്പിൽ ക്യൂ നിന്ന് പോത്തിനെയും പന്നിയൊക്കെ മേടിച്ചു കൊണ്ടുപോയി അത് വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ചിട്ട് അത് കള്ളുകൂടെ കൂട്ടി വിടും. പള്ളിയിലുള്ള വീഞ്ഞ് കർത്താവിൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് അവരൊഴിച്ചു വെക്കുന്ന വീഞ്ഞ് അച്ഛന്മാർ മോന്തും. ഇങ്ങനെ ഈ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പം അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഈ വിളക്കന്നൂർ ദേവാലയത്തിൽ ഇത് സംഭവിച്ചത്. അപ്പോൾ കരുവഞ്ചാലിൻ്റെ അടുത്ത് വേറൊരു പള്ളിയുണ്ട്. അത് വയറ്റൂർ സെൻറ്റ് ജോസഫ്സ് പള്ളിയാണ്. തൊട്ടിപ്പുറത്ത് കരുണാപുരം സെൻറ്റ് ജൂൾസ് പള്ളിയാണ്. ഇതൊന്നുമല്ല, ക്രിസ്തുരാജൻ്റെ നാമത്തിലുള്ള ആ പള്ളിയിൽ തന്നെ ഞാനാണ് രാജാവ്, ഞാനാണ് ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ ബലി കൊടുത്തവനെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ ഈ അത്ഭുതം വിളക്കന്നൂർ തന്നെ നടത്തിയത് എന്നാണ് എൻ്റെ വിശ്വാസവും എൻ്റെ ബോധ്യവും. തീർച്ചയായിട്ടും ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. കാരണം മറ്റാർക്കും കിട്ടാത്ത ഒരു വലിയ ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. എത്രയോ പേരിത് ആഗ്രഹിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്രയോ പേർക്ക് ഇപ്പോഴാഗ്രഹം ഉണ്ടാകും ഇങ്ങനെ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ. പക്ഷെ എനിക്കതിന് കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ ദൈവം എന്നെ അതിന് നിയോഗിച്ചല്ലോ, തിരഞ്ഞെടുത്തല്ലോ എന്നോർത്ത് എനിക്ക് ഒത്തിരിയേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. സന്തോഷമാണ്. സന്തോഷം വാക്കുകളിൽ കൂടെ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, ചില സമയത്ത് നമുക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്ന്. അങ്ങനെ ഒരു
അവസ്ഥയിലാണ് ഇപ്പം ഞാനുള്ളത്. ചില വൈകാരികത എന്നെ ബാധിക്കാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ. കാരണം അത് അനുഭവിച്ചറിഞ്ഞ അല്ലെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന ആ അനുഭവം അത് ഓർമ്മയായിട്ടിങ്ങനെ നമ്മളിങ്ങനെ പിന്തുടരുന്നുണ്ട്, അന്നത്തെ ആ അനുഭവവും ഒക്കെ. അത് ഇനി ഒരിക്കൽ കൂടി അനുഭവിക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. കാരണം ഓരോ ദിവസം കുർബാന ചെല്ലുമ്പോഴും ഇത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ് ഞാൻ പരികർമ്മം ചെയ്യുന്നതെന്നുള്ള ചിന്ത നമ്മുടെ ഒക്കെ മനസ്സിലുണ്ട്, അച്ഛന്മാരുടെ ഒക്കെ മനസ്സിലുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു സാക്ഷ്യമായിട്ട് ഒരു ചിത്രം കൂടി തെളിഞ്ഞു വരുമ്പോൾ അത് നമുക്ക് കൂടുതൽ ഉത്തേജനമാണോ സന്തോഷമാണോ എന്താണെന്നുള്ളത് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. എന്തോ ഒരു പ്രത്യേക രീതിയിലുള്ള ഫീലിംഗ് നമുക്കപ്പോൾ ഉണ്ടാവുക. അതിന് ശേഷം കഴിഞ്ഞ നവംബർ 15 ഒഴിച്ച് ബാക്കിയെല്ലാ നവംബർ 15-നും ഞാൻ അവിടെ പോകാറുണ്ട്, വിളക്കുന്നൂർ പോകാറുണ്ട്. അവിടെ ദിവ്യാന്ന പ്രദക്ഷിണത്തിന് കാർമികനായിട്ട് പ്രദക്ഷിണം നടത്തി കൊടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം പിന്നെ അസുഖമായതുകൊണ്ട് കീമോതെറാപ്പി കഴിഞ്ഞിരുന്ന സമയമായതുകൊണ്ട് ഞാൻ പോയില്ല. എങ്കിലും 15-ാം തീയതി പോകാൻ സാധിച്ചില്ല. 14-ാം തീയതി ഉച്ചയ്ക്ക് ഞാൻ അവിടെ പള്ളിയിൽ പോവുകയും അവിടെ കയറി അല്പസമയം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. 14-ാം തീയതി 15-ാം തീയതി എല്ലാ ആൾക്കാർ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കോട്ട് ഈ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമുള്ളത് കാരണം പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് 14-ാം തീയതി പോയിട്ട് പോകുന്നത്. ആ പള്ളിയായിട്ട് ഒരു വൈകാരിക ബന്ധം ഇപ്പോൾ എനിക്കുണ്ട്. അത് എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാകുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും ഞാനും ഇപ്പോൾ സഭയുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പം കേരളത്തിൽ പ്രത്യേകിച്ച് തലശ്ശേരി, ഈ വടക്കേ മലബാറിലൊക്കെ ദിവ്യകാരുണ്യ അത്ഭുതം അല്ലെങ്കിൽ ദിവ്യകാരുണ്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ പതിക്കൽ ചെന്നുകൂടി എല്ലാവരുടെയും മനസ്സിൽ വരും. അതൊരു ഭാഗ്യമായി, പ്രത്യേക ദൈവാനുഗ്രഹമായിട്ട് ഞാൻ പരിഗണിക്കുന്നു.